ഇത് നമ്മുടെ സ്വന്തം കേക്ക് ബോർഡ് എടുത്തു വെച്ചിട്ട് തന്നെ വർഷങ്ങളായി. പിന്നെ ഇത് ഞാൻ കുറേ കാലമായിട്ട് പഠിച്ച് എവിടെ എത്താത്ത എൻ്റെ കുറച്ച് റഫ് പേപ്പേഴ്സ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടെക്സ്ചർ ആർട്ടാണ്. ഞാൻ ഈ കേക്ക് ബോർഡ് എടുത്തു വെക്കുമ്പോൾ എൻ്റെ ഉദ്ദേശം നമ്മുടെ ഈ ക്ലേയും കുട്ടി കുട്ടി മിറേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആർട്ടുണ്ടല്ലോ, ലിപ്പൻ ആർട്ട്, അത് ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ. പിന്നെ ഈ മണ്ടാല ആർട്ട്, പിന്നെ ടെക്സ്ചർ ആർട്ട്, ഇതൊക്കെ ഞാൻ നോട്ടമിട്ട് വെച്ചിട്ട് കുറേ കേക്ക് ബോർഡ്സ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേകളും ആനിവേഴ്സറികളും മാറി മാറി വന്നു. ഇഷ്ടംപോലെ കേക്ക് ബോർഡും കിട്ടി. എൻ്റെ കളക്ഷൻ കൂടി വരുന്നു എന്നല്ലാതെ ഞാൻ ഒരെണ്ണം പോലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. കുറേ എണ്ണമൊക്കെ എടുത്ത് കളയേണ്ടിയും വന്നു. അങ്ങനെ ഇപ്പോൾ ഫൈനലി ഞാനിതേ ഒരു ടെക്സ്ചർ ആർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈവിളൈ ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം. എൻ്റെ അടുത്ത് അതിന് പറ്റിയ കളേഴ്സൊന്നുമില്ല. ഞാനിങ്ങനെ മിക്സ് ചെയ്ത് കളേഴ്സൊക്കെ ഉണ്ടാക്കി ചെയ്യാണ്. പക്ഷേ എൻ്റെ കളർ തീർന്നും പോയി അതിൻ്റെ ഇടയിൽ. അങ്ങനെ എന്തൊക്കെയോ പറ്റി. എനിക്ക് ഈവിളായി ക്രോഷേ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് ഈ കളേഴ്സ് യാണൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പം ടെക്സ്ചർ ആർട്ട് എങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്ലൂ കളർ ഉണ്ടായിരുന്നു, വൈറ്റും ബ്ലാക്കും ഉണ്ടായിരുന്നു. ഈ സ്കൈ ബ്ലൂ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബ്ലൂവും വൈറ്റും മിക്സ് ചെയ്തിട്ടാണ് ഏകദേശം ഒരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു കളറാക്കി എടുത്തത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന വൈറ്റ് കളർ പെയിൻറ്റ് തീർന്നും പോയി. ഉള്ളതിന് ഒരു നല്ല വൈറ്റ് കളർ കിട്ടിയില്ല. എന്നിരുന്നാലും ഞാനത് കഷ്ടപ്പെട്ട് റെഡിയാക്കി എടുത്തു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് എൻ്റെ ഈവിളൈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.